Good morning, children. In today's class, we are going to start Unit 6 Who Did Alina's Homework? Look at the following picture. In this picture, you can see some words like cricket, television, stories, riddles, computer, homework, etc. Now, from the list of words given above, there are some which you like and some which you do not like. റൈറ്റ് ദം ഇൻ ദ കോളം ബിലോ. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ആ പിക്ചറിൽ നോക്കൂ, ഒരുപാട് വേർഡ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ലൈക്ക് ക്രിക്കറ്റ്, പ്രോജക്റ്റ്, ഡാൻസ്, എക്സാമിനേഷൻ, അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ടല്ലേ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ്സ് ഐ ലൈക്ക് എന്നുള്ള ബോക്സിലും ഐ ഡു നോട്ട് ലൈക്ക് എന്നുള്ള ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആ റെഡിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ പിക്ചർ നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അവിടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞത് നോക്കൂ. നൗ ഡിസ്കസ് വൈ യു ലൈക്ക് സം ഓഫ് ദ എബവ് ആൻഡ് വൈ യു ഡു നോട്ട് ലൈക്ക് അതേഴ്സ്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ഇഷ്ടമാവുന്നു ഇത് ഇഷ്ടമാവുന്നില്ല എന്നുള്ള റീസൺസ് പറയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ അലീനാസ് ഹോംവർക്ക് എന്നുള്ള ചാപ്റ്ററിലെ ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു തുടക്കമാണ്. നമുക്കിനി ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് അലീനയ്ക്ക് ഇഷ്ടമുള്ളത്, എന്താണ് ഇഷ്ടമില്ലാത്തത് നമുക്ക് നോക്കാം. Okay. Who did Alina's homework? Alina was lazy to do her homework. What was she didn't like? She was lazy to do her homework. അവൾക്ക് ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടമായിരുന്നില്ല. It's too boring. She said she liked skipping, playing cricket and football. അവൾക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ്, പ്ലേ ചെയ്യാൻ ഇഷ്ടമാണ്, സ്കിപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല, അത് ഭയങ്കര ബോറിംഗ് ആണെന്നാണ് പറയുന്നത്. അലീന, ഡു യുവർ ഹോംവർക്ക് ഓർ യു വോണ്ട് ലേൺ എനിത്തിങ്, ടീച്ചർ ടോൾഡ് ഹെർ. ബട്ട് അലീന ഹേറ്റഡ് ഹോംവർക്ക്. അപ്പോൾ അലീനയുടെ ടീച്ചർ വിളിച്ച് പറയാണ്, അലീന നീ ആ വർക്ക് ചെയ്യുന്നുണ്ടോ? നീ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നിനക്കൊന്നും പഠിക്കാൻ പറ്റില്ല, നീ ആ ഹോംവർക്ക് ചെയ്യുമെന്നാണ് ടീച്ചർ പറയുന്നത്. പക്ഷേ അലീനയ്ക്ക് എന്തിഷ്ടമല്ല? ഷീ ഹേറ്റഡ് ഹോംവർക്ക്. അലീന ഹേറ്റഡ് ഹോംവർക്ക്. അലീനയ്ക്ക് ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്, ഇഷ്ടമല്ല. അലീന ഹാഡ് എ ക്യാറ്റ്, എ ക്യൂട്ട് ലിറ്റിൽ വൈറ്റ് ക്യാറ്റ്. അലീനയ്ക്ക് ഒരു ക്യാറ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയുള്ളതായിരുന്നു? ക്യൂട്ട് ലിറ്റിൽ വൈറ്റ് ക്യാറ്റ്, ഒരു കുഞ്ഞി ഭംഗിയുള്ള ക്യാറ്റ്. വൺ ഡേ ഷീ സോ ഇറ്റ് പ്ലേയിങ് വിത്ത് എ ലിറ്റിൽ ഡോൾ. ഒരു ദിവസം ആ ക്യാറ്റ് ഒരു ലിറ്റിൽ ഡോളിൻ്റെ കൂടെ, ഒരു കുഞ്ഞി പാവയുടെ കൂടെ കളിക്കുന്നത് അലീന കാണാണ്. സേവ് മീ, ദ ഡോൾ യെൽഡ്. അപ്പോൾ ഈ ഡോൾ വിളിച്ച് പറയാണ്. യെൽഡ് എന്ന് വെച്ചാൽ അലറി വിളിക്കുക, യാചിക്കുക എന്നൊക്കെയാണ് അർത്ഥം. യെൽഡ് വിളിച്ച് പറയാണ്, സേവ് മീ, എന്നെ രക്ഷിക്കൂ. അലീന ക്വിക്ക്ലി ഗ്രാബ്ഡ് ദ ഡോൾ ഫ്രം ഹെർ ക്യാറ്റ്. ആ ക്യാറ്റിൻ്റെ കയ്യിൽ നിന്ന് ഡോളിനെ ഇങ്ങനെ പെട്ടെന്ന് അലീന എടുക്കുകയാണ്. ഷീ ലുക്ക്ഡ് അറ്റ് ദ ഡോൾ വിത്ത് അമേസ്മെൻറ്റ്. അവൾ ഭയങ്കര ആശ്ചര്യത്തോടു കൂടി ആ ഡോളിനെ നോക്കുകയാണ്. ഇറ്റ് വാസൻറ്റ് ഡോൾ അറ്റ് ഓൾ. അത് ഒരു ഡോളേ ആയിരുന്നില്ല. ഇറ്റ് വാസ് എ വെരി വെരി സ്മോൾ മാൻ ഹു വാസ് ഗ്രീൻ ഇൻ കളർ. ഷി വാസ് സർപ്രൈസ്ഡ്. അത് എന്തായിരുന്നു? അത് ഡോളായിരുന്നില്ല, പക്ഷേ ഒരു മനുഷ്യനായിരുന്നു, ഒരു മാൻ ആയിരുന്നു. വിത്ത് ഗ്രീൻ ഇൻ കളർ, ഗ്രീൻ കളറായിരുന്നു. അവൾ ഭയങ്കര ആശ്ചര്യത്തോടു കൂടി നോക്കുകയാണ്. ഐ ആം എൻ എൽഫ് ഇറ്റ് സെഡ്. അത് പറയാണ്, ഞാനൊരു എൽഫാണ്. എൽഫ് എന്ന് വെച്ചാൽ എന്താ? ഒരു കുട്ടിച്ചാത്തനാണ്. ഐ ആം എൻ എൽഫ്. ഇഫ് യു സേവ് മീ ഫ്രം ദ ക്യാറ്റ് ഐ ഷാൽ ഡു വാട്ട് എവർ യു ആസ്ക് ഫോർ, ഐ പ്രോമിസ്. അപ്പോൾ ആ എൽഫ് പറയാണ്, നീ എന്നെ ഈ ക്യാറ്റിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയാണെങ്കിൽ, ഇഫ് യു സേവ് മീ ഫ്രം ദ ക്യാറ്റ്, ഈ ക്യാറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുകയാണെങ്കിൽ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും? ഐ ഷാൽ ഡു വാട്ട് എവർ യു ആസ്ക് ഫോർ, നീ എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തു തരും, പ്രോമിസ്. അലീന കുഡ് നോട്ട് ബിലീവ് ഹേർസെൽഫ്. അവൾക്ക് അവളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ നടക്കുന്നതാണോ? ഈ എൽഫൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് അലീനയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ക്യാൻ ദ എൽഫ് ഡു വാട്ട് എവർ അലീന ആസ്ക്. അലീന എന്ത് ചോദിച്ചാലും എൽഫിന് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ലെറ്റ് us see. വാട്ട് ക്യാൻ യു ഡു ലിറ്റിൽ വൺ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലീന ചോദിക്കുകയാണ്. ഷീ ആസ്ക് ദ എൽഫ് എനിത്തിങ് യു വിഷ്. അപ്പോൾ എൽഫ് എന്താ പറയുന്നത്? നീ എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തു തരും. ക്യാൻ യു ഡു ഓൾ മൈ ഹോംവർക്ക് ടിൽ ദ എൻഡ് ഓഫ് മൈ എക്സാംസ്, അലീന ആസ്ക്ഡ്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ എക്സാം കഴിയുന്നവരെ എന്നെ ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോയെന്ന്. അലീനയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അതാണല്ലേ. അപ്പോൾ അലീന ചോദിക്കുകയാണ്, നീ എന്നെ ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ?
Wrinkles appeared on the elf's face. He kicked the floor and said, "Oh, I'm damned, but I will do it." അപ്പോൾ ഇത് കേട്ടപ്പോൾ എൽഫിന് എന്താണ്, ഇഷ്ടമില്ലാത്തൊരു കാര്യമാണല്ലോ ഈ കുട്ടി പറയണത്. എൽഫിന് ഇഷ്ടമായില്ല. ഹോംവർക്ക് ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ എൽഫിന് ഇഷ്ടമായില്ല. പക്ഷേ എന്ത് ചെയ്യാം, ഞാൻ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൽഫ് ഇങ്ങനെ പറയണം, നശിപ്പിച്ചു, ശരി ഞാൻ ചെയ്തു തരാം. ദ ലിറ്റിൽ എൽഫ് ബിഗാൻ ടു ഡു അലീനാസ് ഹോംവർക്ക്. അപ്പോൾ അങ്ങനെ എൽഫ് പറഞ്ഞത് പ്രകാരം അലീനയ്ക്ക് ഹോംവർക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ബട്ട് ദ എൽഫ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു ഇറ്റ്. പക്ഷേ എൽഫിന് ഇതൊന്നും അറിയില്ല, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഇതൊന്നും അറിയില്ല. ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, ദ എൽഫ് വുഡ് കോൾ ഔട്ട് എവ്രി നൗ ആൻഡ് ദെൻ. വെറുതെ അലീനനെ വിളിക്കുമായിരുന്നു. അലീന ഹെൽപ്പ് മീ, നിനക്ക് ഹോംവർക്ക് ചെയ്യണോ, എങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്കിത് അറിയില്ലല്ലോ. അപ്പോൾ അലീനനോട് ഹെൽപ്പ് ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. ഐ ഡോണ്ട് നോ ദിസ് വേർഡ്, ഗെറ്റ് മീ എ ഡിക്ഷണറി, ലുക്ക് അപ്പ് ദ വേർഡ് ആൻഡ് സ്പെൽ ഇറ്റ്, സെഡ് ദ എൽഫ്. അപ്പോൾ എൽഫ് അലീനനോട് പറയാണ്, എനിക്ക് ഈ വേർഡൊന്നും അറിയില്ല, അപ്പോൾ ഒരു ഡിക്ഷണറി എടുത്തിട്ട് വന്നിട്ട് എനിക്ക് ഈ വേർഡിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞതാ, ഇതിൻ്റെ അർത്ഥം പറഞ്ഞതാ, എനിക്ക് വേർഡ് ഏതാണെന്ന് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയോട് ഇങ്ങനെ പറയും. അലീന ഹെൽപ്ഡ് ഹിം വെൻ ഇറ്റ് കെയിം ടു മാത്തമാറ്റിക്സ്. അലീന വാസ് ഇൻ റിയൽ ട്രബിൾ. അപ്പോൾ അലീന ഇങ്ങനെ ഡിക്ഷണറിയൊക്കെ എടുത്ത് എൽഫിനെ ഹെൽപ്പ് ചെയ്തൊക്കെ ചെയ്തു. പക്ഷേ മാത്സിൻ്റെ കാര്യം വന്നപ്പോൾ അലീന ശരിക്കും കുഴഞ്ഞു. സിറ്റ് ഡൗൺ ബിസൈഡ്സ് മീ ആൻഡ് ഗൈഡ് മീ, ദ ലിറ്റിൽ മാൻ സെഡ്. എൻ്റെ അടുത്തിരിക്കുക, എനിക്ക് പറഞ്ഞു തരാം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്, ഞാൻ ചെയ്തു തരാം ഹോംവർക്കൊക്കെ, പക്ഷേ എനിക്ക് പറഞ്ഞു തരണം എങ്ങനെ ചെയ്യാമെന്ന്. സോ അലീന ഹാഡ് ടു വർക്ക് ഹാർഡർ ദാൻ എവർ. അപ്പോൾ അലീന ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നതിനേക്കാളും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടവരാണ്. ഷീ സ്റ്റേഡ് അപ്പ് ലേറ്റ് അറ്റ് നൈറ്റ്. അവൾ രാത്രി മുഴുവൻ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടവരാണ്. വെൻ ടു ദ ലൈബ്രറി, ലൈബ്രറിയിലേക്ക് പോകുന്നു. ബ്രോട്ട് മോർ ആൻഡ് മോർ ബുക്സ് ആൻഡ് റീഡ് എ ലോട്ട് ടു ഹെൽപ്പ് ദ എൽഫ്. അങ്ങനെ ലൈബ്രറിയിലേക്ക് പോകുന്നു, കുറേ ബുക്സ് എടുക്കുന്നു, വായിക്കുന്നു, വീണ്ടും വായിക്കുന്നു. അങ്ങനെ എൽഫിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അലീന ഒരുപാട് പഴയതിനേക്കാളും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരികയാണ്. കാരണം എൽഫിന് പറഞ്ഞു കൊടുക്കണമല്ലോ, എൽഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അലീന കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണം. ദി ലാസ്റ്റ് ഡേ അറ്റ് സ്കൂൾ അറൈവ്ഡ്. അലീന ഗോട്ട് എ ഗ്രേഡ് ഇൻ ഓൾ സബ്ജക്ട്സ്. ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളിൽ അലീനയ്ക്ക് എല്ലാത്തിലും എ ഗ്രേഡ് കിട്ടി. ഹെർ ഫ്രണ്ട്സ് വർ അമേസ്ഡ്. അവളുടെ ഫ്രണ്ട്സിന് അതിശയം തോന്നുകയാണ്. ഹെർ ടീച്ചേഴ്സ് വർ വെരി ഹാപ്പി ആൻഡ് ഫുൾ ഓഫ് പ്രൈസ്. അവളുടെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം, അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ദേ പാറ്റഡ് ഹെർ ഓൺ ഹെർ ബാക്ക്. ദേ വണ്ടർഡ് ഹൗ സച്ച് എ ചേഞ്ച് ഹാഡ് ഹാപ്പൻ ടു അലീന. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ നല്ല ചേഞ്ച് അലീനയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അവരൊക്കെ ആശ്ചര്യപ്പെടുകയാണ്. അവരിങ്ങനെ തോളിലൊക്കെ തട്ടിയിട്ട് വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല പ്രശംസയിലാണ്. ഷീ ഈസ് എ മോഡൽ കിഡ്. ഷീ ക്ലീൻസ് ഹെർ റൂം ഹെർസെൽഫ്. ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ ആൻഡ് ഈസ് നെവർ റൂഡ്. അപ്പോൾ അലീനയെ കുറിച്ച് ഇങ്ങനെ നല്ലത് പറയാണ് ഹെർ ടീച്ചേഴ്സ്. അവൾ എങ്ങനെയാണ് അവളുടെ റൂം ക്ലീൻ ചെയ്യുന്നു, അവൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നു, അവൾ ഒരിക്കലും റൂഡായിരിക്കില്ല. റൂഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യത്തിലൊന്നും ആരോടും പെരുമാറില്ല എന്നും അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് അലീന ഒരു മോഡൽ കിഡാണ്, അവളെ നോക്കി പഠിക്കണം എന്നൊക്കെ പറയാണ് ടീച്ചേഴ്സ്. Alina reached home quite happy that day. She called the elf. There was no answer. അപ്പോൾ അലീന അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ വീട്ടിൽ വന്ന് കയറുകയാണ്. എന്നിട്ട് വീട്ടിലെത്തിയതും എൽഫിനെ വിളിക്കുകയാണ്. പക്ഷേ അവിടെ നിന്നും ഒരു ആൻസറും ഉണ്ടായിരുന്നില്ല. ഷീ സെർച്ച് ഫോർ ദ എൽഫ് എവ്രിവെയർ, അണ്ടർ ദ കോട്ട്, ബിഹൈൻഡ് ദ അൽമിറ, ഇൻ ദ കിച്ചൺ, ഇൻ ദ ഗാർഡൻ. ഹി വാസ് നോട്ട് ടു ബി സീൻ എനിവെയർ. അപ്പോൾ ഇവളിങ്ങനെ എൽഫിന് വേണ്ടി തിരഞ്ഞു നടക്കുകയാണ്. എവിടേക്ക് നോക്കി, കട്ടിലിന് താഴെ നോക്കുന്നു, അലമാരയുടെ ബാക്കിൽ നോക്കുന്നു, കിച്ചണിൽ നോക്കുന്നു, ഗാർഡനിൽ നോക്കുന്നു. പക്ഷേ എൽഫിനെ എവിടെയും കാണുന്നില്ല. എൽഫിൻ്റെ ഒരു ആൻസറും കാണുന്നില്ല. ഇവളെല്ലാവിടെയും തിരഞ്ഞു നടക്കുകയാണ്, പക്ഷേ എൽഫിനെ കാണുന്നില്ല. അലീന ബിക്കെയിം വെരി സാഡ്. ഷീ സാറ്റ് ഓൺ ഹെർ ബെഡ്. വെൻ ഷീ ടേൺ ദ പില്ലോ, എ സ്ക്രാപ്പ് ഓഫ് പേപ്പർ ഫെൽ ഡൗൺ. അവൾ ഭയങ്കര സാഡായി. അങ്ങനെ അവളിങ്ങനെ അവളുടെ ബെഡിലിരുന്ന് ഇങ്ങനെ പതുക്കെ തലകാണി മാറ്റി നോക്കുമ്പോൾ അതിനകത്തുനിന്നൊരു പേപ്പർ കിട്ടുകയാണ്. ഒരു സ്ക്രാപ്പ് ഓഫ് പേപ്പർ എന്ന് വെച്ചാൽ ഒരു തുണ്ട് കടലാസ്. ഷീ ടൂക്ക് ഇറ്റ് റീഡ്. അവളത് എടുത്തു. നമുക്ക് വായിച്ചു നോക്കാം അതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന്. ഡിയർ എലീന, ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ മീ ടു ലീവ്. എനിക്ക് തോന്നുന്നു എനിക്ക് പോകാൻ സമയമായിന്ന്. ഐ വിൽ ഓൾവേസ് റിമെമ്പർ യു. ഞാൻ എന്നും നിന്നെ ഓർക്കും.
യു സേവ്ഡ് മീ ഫ്രം ദ ക്യാറ്റ്. നീയാണ് എന്നെ ക്യാറ്റിൽ നിന്ന് രക്ഷിച്ചത്. യു വിൽ ഗെറ്റ് ഗുഡ് ഗ്രേഡ്സ് ഐ എം ഷുവർ. എനിക്ക് ഉറപ്പാണ് നിനക്ക് നല്ല ഗ്രേഡ് കിട്ടും. യു വർക്ക്ഡ് എ ലോട്ട്. യു ടോട്ട് മീ മെനി തിങ്സ്. നീ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. നീ ഒരുപാട് വർക്ക് ചെയ്തു. ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. യു ഡിഡ് ഓൾ യുവർ ഹോംവർക്ക് യുവർ സെൽഫ്. നീ തന്നെയാണ് നിൻ്റെ എല്ലാ ഹോംവർക്കും ചെയ്തത്. ഐ ഡോണ്ട് തിങ്ക് യു നീഡ് മീ എനിമോർ. ഇനി നിനക്ക് എന്നെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യു ക്യാൻ ഡു വണ്ടേഴ്സ്. ലവ് യു സോ മച്ച്. യുവർ ഫ്രണ്ട് എൽഫ്. അപ്പോൾ എൽഫ് പറയാണ്, നിനക്ക് ഇനി എന്നെ ആവശ്യം വരും തോന്നുന്നില്ല. നിനക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ലവ് യു സോ മച്ച് യുവർ ഫ്രണ്ട് എൽഫ്. അങ്ങനെ അലീനനെ ഹെൽപ്പ് ചെയ്ത ആ ഫ്രണ്ട് എൽഫ് പോയി. സംഭവം അലീനയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക്. അലീന തന്നെയാണ് നന്നായിട്ട് വർക്ക് ചെയ്ത് ഹോംവർക്കൊക്കെ ചെയ്തത്. എൽഫ് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രം. പക്ഷേ അലീന എല്ലാം സ്വയം ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എൽഫിന് ഒരു ബോധ്യം വന്നപ്പോൾ എൽഫ് പറയാണ്, ഇനി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല. ഇനി നിനക്ക് എൻ്റെ ആവശ്യം വരില്ല. സോ ഞാൻ പോവുകയാണ്. അത്രയേ ഉള്ളൂ കഥ. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇനി അതിൻ്റെ കൂടെ വരുന്ന ഒരു പോയം നമുക്കുണ്ട്, അത് നോക്കാം. വൈൽ ഷോപ്പിംഗ് അറ്റ് ദ പെറ്റ് സ്റ്റോർ ഐ ഗോട്ട് മൈ ഫോണ്ടസ്റ്റ് വിഷ്. ഐ ബോട്ട് മൈ സെൽഫ് എ ഫിഷ് ബോൾ ആൻഡ് ദെൻ എ പെയർ ഓഫ് ഫിഷ്. And since I was already out shopping at the store, I thought I ought to purchase another smidgen more. ഇത് കുറച്ച് റൈമിംഗ് ആയിട്ട് വരുന്ന പോലെ ഒരു പോയമാണ്. ബാക്കി കൂടെ നോക്കൂ. And so I got a rabbit, a hamster and a frog, a gerbil and turtle, a parrot and a dog. I purchased an iguana, a tortoise and a rat, an 8-foot anaconda, a monkey and a cat, a guinea pig, a gecko, a ferret and a mouse, and had them all delivered directly to my house. My sister went berserk. She is now installing locks because I said her bedroom would be their little box. ജസ്റ്റ് ഇത് കെൻ നെസ്ബിറ്റ് എന്ന് പറഞ്ഞൊരു പോയിട്ട് എഴുതിയ ഒരു പോയമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാനേ ഉള്ളൂ. ഇതിൽ കാര്യമായിട്ട് മീനിങ് പറയാനില്ല. പക്ഷേ കുറേ ആനിമൽസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ പേരാണ് തന്നിരിക്കുന്നത്. ആനിമൽസിൻ്റെയൊക്കെ പേരാണ് തന്നിരിക്കുന്നത്. പെറ്റ് ആനിമൽസിൻ്റെ പേരാണ്. ഇത് ഏതൊക്കെ ലൈനിലാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വർക്കാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഫെററ്റ്, ഗുനിയ പിഗ്, ഗെക്കോ, ഹാംസ്റ്റർ, ഇഗോണ, റാബിറ്റ്, അനാക്കോണ്ട, ടോട്ടോയ്സ്, ടേർട്ടിൽ, ഇതൊക്കെ ഏത് ലൈനിലാണ് കിടക്കുന്നതെന്നുള്ളത് നിങ്ങൾ ആ പോയം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലൈനിൻ്റെ നമ്പർ എത്രാമത്തെ ലൈനിലാണ് എന്നുള്ളത് മാത്രം അതിൻ്റെ താഴെ എഴുതിയാൽ മതി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ മീനിങ് ഒന്നും പറയാനില്ല എങ്കിലും ഈ പോയത്തിൻ്റെ ഒരു മീനിങ്ങും ഈ വർക്ക് ഏത് ലൈനിലാണ് കിടക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ നിങ്ങൾക്ക് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ്. ഫോക്സിൻ്റെ അതേപോലെ സൗണ്ട്, ലാസ്റ്റ് അതേപോലെ സൗണ്ട് വരുന്ന വേർഡ്സ് ആണല്ലോ നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്സ്, ബോക്സ്, പിന്നെ ഇതാ ഒരു വേർഡ് അതുകൂടെ കണ്ടുപിടിക്കുക. അങ്ങനെ ഫോക്സിന് റൈമിംഗ് ആയിട്ട് വരുന്ന 2 വേർഡ്. നെക്സ്റ്റ് ബ്രൗസ്, ഫോഗ്, കോർ, ഡിഷ്. ഇത്രയും വാക്കുകളുടെയൊക്കെ റൈമിംഗ് ആയിട്ടുള്ള 2 വേറെ വേർഡ്സും കൂടെ കണ്ടുപിടിക്കണം. ഇതാണ് ഇന്നത്തെ വർക്ക്. ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് നോക്കാം. കൂടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും കൂടെ ചെയ്യാം. കുറച്ച് സ്പീഡിൽ പോവുകയാണ്. നമുക്ക് കുറച്ച് പെട്ടെന്ന് പോർഷൻസ് എടുത്ത് തീർക്കാനുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ഈസി ആയിട്ടുള്ള വർക്കുകളാണ്. അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നതും കൂടെ. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.